കേരളത്തിൽ ഈർപ്പവനങ്ങളിലും ശുഷ്കവനങ്ങളിലും കാണപ്പെടുന്ന ഒരിനം ചെറുമരമാണ് തോട്ടപ്പുളി. ഇത് നക്ഷത്രപ്പുളി, ചതുരപ്പുളി, ആനയിലുമ്പൻപുളി, വൈരപ്പുളി, ആനപ്പുളിഞ്ചി, മധുരപ്പുളിഞ്ചി, കാരകമ്പോള എന്നൊക്കെയും അറിയപ്പെടുന്നു. ഓക്സാലിഡേസി സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ വൃക്ഷം ഇന്ത്യ, ചൈന, ബർമ എന്നിവിടങ്ങളിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായി കൃഷി ചെയ്യുന്നു. ഇലിമ്പൻ പുളിയുടെ ജനുസിൽപ്പെട്ടതും 5 ഇതളുകളോ മൂലകളോ ഉള്ളതുമായ കാണാൻ ഭംഗിയുള്ള പുളിയാണിത്. പല സ്ഥലങ്ങളിലും വ്യത്യസ്തങ്ങളായ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ശ്രീലങ്ക, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഈ സസ്യത്തിന്റെ സ്വദേശമായി കരുതുന്നത്. പുളിരസത്തിലുള്ള ഈ പഴം അച്ചാർ ഉണ്ടാക്കാനും കറികളിൽ പുളിരസത്തിനായും പാനീയങ്ങൾ ഉണ്ടാക്കാനും ഇതിന്റെ സത്ത് ഉപയോഗിച്ച് വസ്ത്രങ്ങളിലെ കറകൾ നീക്കം ചെയ്യാനും ഉപയോഗിക്കുന്നു. സർബത്ത്, ജാം, ജെല്ലി, ചട്നി, വൈൻ എന്നിവ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഫലം വൃക്ക സംബന്ധമായ അസുഖമുള്ളവർ പതിവായി കഴിക്കുന്നത് ചില പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം. പുളി ഇഞ്ചിയോട് ഇതിന് സാമ്യമുണ്ട്. ഇതിന്റെ കായ്കൾ കുറച്ചുകൂടി വലുതാണ്. സാധാരണ ആനപ്പുളിഞ്ചിക്ക് പഴുത്താൽ സ്വർണ്ണനിറമായിരിക്കും. നല്ല പച്ചനിറത്തിലുള്ള ചെറിയ കായ്കൾ ഉണ്ടാകുന്ന ഒരിനവുമുണ്ട്. അവയുടെ കായ്കൾ പഴുത്താലും നല്ല പച്ചനിറമായിരിക്കും. ഇതിന്റെ ചെടി 3 മീറ്ററോളം ഉയരത്തിൽ വളരും. ചെടി നിറയെ കായ്കൾ പിടിക്കും. ആണ്ടിൽ 8 മാസക്കാലത്തോളം വിളവുണ്ടാകും. 1 മീറ്റർ സമചതുരത്തിൽ ആഴത്തിലുള്ള കുഴികളെടുത്ത് അവയിൽ മേൽമണ്ണും കാലിവളവും ചേർത്ത് നിറച്ചാണ് തൈകൾ നടുന്നതും.